ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് ഒരു പ്രത്യേക ഡേ ആണ്. ഏതാണ്? പൊങ്കൽ. ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല, ഞങ്ങൾ ഇവിടെ ആഘോഷിക്കാന്ന് വെച്ചു. ഞങ്ങള് എല്ലാ വർഷവും എല്ലാ വർഷവും ഞങ്ങള് പൊള്ളാച്ചി പോയി ആഘോഷിക്കാറുള്ളതാണ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് പറ്റിയില്ല, കാരണം എക്സാം ഉണ്ട്. തക്കുവിന് എക്സാം, അങ്ങനെ കുറെ സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യത്തെ പൊങ്കൽ ഡിറ്റേഷൻ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ പൊങ്കല് ഞങ്ങള് ഇവിടെ ആഘോഷിക്കാൻ പോവാണ് ഗൈസ്. കേരളത്തിൽ ഞങ്ങൾ പൊങ്കൽ ആഘോഷിക്കാം. അപ്പൊ അതിന്റെ ആദ്യം എന്താ പൊങ്കലിന് സ്പെഷ്യൽ? കോലം. യെസ് ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് കോലം ഇടാൻ പോവാണ്. അപ്പൊ നമുക്ക് കോലത്തിലേക്ക് പോവാം. ബാക്കി കോലം ഇട്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് ബാക്കി കഥകളൊക്കെ പറഞ്ഞു പോവാം. അപ്പൊ എല്ലാവർക്കും ഇനിയ പൊങ്കൽ നൽവാദികൾ. ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഇനിയ പൊങ്കൽ നൽവാദികൾ. അപ്പൊ ഗൈസ്, എല്ലാവർക്കും ഇനിയ പൊങ്കൽ നാൾ വാഴ്ത്തുക്കൾ. അതെ, കറക്റ്റ്. ഹാപ്പി പൊങ്കൽ. മേരി പൊങ്കൽ. മേരി പൊങ്കൽ. മേരി ക്രിസ്മസിന്റെ ക്രിസ്മസ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ ഹാപ്പി പൊങ്കൽ എല്ലാവർക്കും. അപ്പൊ നമുക്ക് കോലം തുടങ്ങാം. കോലത്തിലേക്ക് പോവാം. കോലപ്പൊടിയൊക്കെ ഇത്തിരി ചെറുതായിട്ടേ ഉള്ളു കഴിഞ്ഞ. അപ്പൊ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും. സിറ്റ് ഔട്ടിലായതുകൊണ്ട് ഇങ്ങനെ ചമലും പടിഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് കോലപ്പൊടി ഇത്തിരിയേ ഉള്ളൂ, ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ഓണത്തിന് മുറ്റത്ത് പൂവിടുന്ന പതിവുണ്ട്. നീ എന്ത് മന്ത്രവാദമായി കാണിക്കുന്നേ? ഇതല്ലേ മച്ചമ്പി കോലം? വരച്ചു വരച്ചതിപ്പോ ഒരു കോലത്തിലായത് ലക്ഷണമുണ്ട്. ഗൈസ്, താക്കോ, എന്താണ് പൊങ്കൽ എന്നറിയാമോ? ഇന്നത്തെ പൊങ്കലിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അല്ല എന്തുകൊണ്ടാണ് നമ്മൾ പൊങ്കൽ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞോ? നമുക്ക് ശരിക്കും ഓണമല്ലേ, നമ്മൾ എന്തുകൊണ്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് പൊങ്കൽ? നമ്മുടെ ആരുടെ വീടാ തമിഴ്നാട്ടില്? ഗൈസ്, ഇവള് വന്ന് തമിഴ്നാട് അല്ലേ? ഇവള് തമിഴ്, പൊള്ളാച്ചി. തക്കു, പൊങ്കൽ എത്ര ദിവസം ആഘോഷിക്കണേന്ന് അറിയോ? എത്ര ദിവസം? 3 അല്ല, 4 days. ഗൈസ്, 4 days ആണ് പൊങ്കല്. ഫസ്റ്റ് ഭോഗി പൊങ്കൽ. ഭോഗി പൊങ്കൽ എന്താണെന്നറിയോ? ഭോഗി പൊങ്കൽ പറയില്ല, ഭോഗി പണ്ടിക എന്ന് പറയും. ഭോഗി പണ്ടിക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അതായത് നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് വീട്ടിലുള്ള കുറെ സാധനങ്ങൾ കൊണ്ട് കത്തിച്ചു കളയും. അത് ശരിക്കും ഭോഗി എന്ന് പറഞ്ഞ വേസ്റ്റ് കത്തിക്കൽ മാത്രമല്ല, ക്ലീനിങ് ഇല്ല. ശരിക്കും പറയുന്നത് നമ്മളുടെ മനുഷ്യരുടെ ഉള്ളിലുള്ള അഴുക്കൊക്കെ കളയണതാണ് ഭോഗി എന്നാ പറയുന്നത്. അങ്ങനെയാണോ? അതാണ് ഭോഗി. ഇത് വൈറ്റ് വാഷ് ഒക്കെ ചെയ്യില്ലേ? വൈറ്റ് വാഷ് ഒക്കെ ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ചാണകം അല്ലെ, ചാണകം മെഴുകും. മഞ്ഞൾ മെഴുകും തറയിൽ. മഞ്ഞളല്ല, ചാണകവും മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട്. അപ്പയ്ക്ക് ശബരിമലയിൽ പോവാൻ വേണ്ടി പോയപ്പോ ഒരു വീട്ടില് ചാണകം അത് തേച്ച് മഞ്ഞപ്പൊടി കോല ഇട്ടേക്കണേ. അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ എന്താണെന്നറിയോ? സെക്കൻഡ് ഡേ തൈപ്പൊങ്കൽ. തൈപ്പൊങ്കൽ എന്ന് പറഞ്ഞാൽ പൊങ്കൽ മെയിൻ പൊങ്കൽ. ഗൈസ്, അതിന്റെ മെയിൻ പൊങ്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചാറ്റ് GPT വഴി എടുത്തിട്ടുണ്ട്. ചാറ്റ് GPT വഴി പറയുന്നത് പ്രധാന ദിവസമാണ്. സൂര്യനോട് നന്ദി പറഞ്ഞ് അരി, പാല്, വെള്ളം ഉപയോഗിച്ച് പൊങ്കൽ പാചകം ചെയ്ത്
ആരാധിക്കുന്നു. ആരാധിക്കുന്നു. അതായത് അന്നത്തെ പൊങ്കൽ വന്നിട്ട് ഈ വ്യവസായികൾ എങ്ങനെയാ മലയാളത്തിൽ പറയാ? കാശ്മീരിന്റെ മീനിങ് ആണല്ലേ കാശ്മീർ. വ്യവസായികള് വേറെ അല്ലേ? ഈ നെല്ല് പയറൊക്കെ നടുന്ന ആൾക്കാര് അവരെ ബഹുമാനിച്ചു കൊണ്ടുള്ള പൊങ്കലാണ് അത്. മാട്ടുപൊങ്കൽ. അത് മാട്ടുപൊങ്കലും പശുവിന് അല്ല, കൃഷിയുടെ സഹയാത്രികരായ പശുക്കളെയും കാളകളെയും ആദരിക്കുന്ന ദിവസം അവരെ അലങ്കരിച്ച് പൂജകൾ നടത്തും. അതും പശുവിനെയും കാളേനെയും, ഇത് മനുഷ്യർക്കുള്ളത്. ഗൈസ്, ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യാൻ പോണത് ഒരു കരിമ്പ് വരയ്ക്കണോന്നാണ്. അത് കരിമ്പാകുവോ? ഗൈസ്, നിങ്ങൾക്ക് തെങ്ങായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, ഇതിൽ കളറൊക്കെ കൊടുത്താ മേ ബി കരിമ്പാകും. പക്ഷെ നമ്മുടെ കയ്യില് കളർ ഇല്ലാത്തത് കൊണ്ട് തെങ്ങാക്കും നമ്മള്. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് കൊണ്ടുവന്ന കോലപ്പൊടിയാണത്. 7 വർഷം കൊണ്ട് ഇത്രയായി. അടുത്തത് അവിടെ ഈ വരയ്ക്കണം. കരിമ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് വിരലിത് ഇങ്ങനെ പിടിച്ചേക്കണ പോലെ തോന്നുന്നുണ്ട്. കരിമ്പാണോ ഇത്? ഇപ്പൊ കറക്റ്റ് ആയ കരിമ്പ്. ഇപ്പോഴാണ് ഫിനിഷ് ആയ കരിമ്പ്. അതിന് അവിടെ. അപ്പൊ നമുക്ക് കളർ ചെയ്യാം. കളർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റില് മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞ കളർ ട്രൈ ചെയ്തതാണ്. പക്ഷെ വന്നത് ഈ കളറാണ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മൂന്നാമത്തെ, നമ്മൾ പറഞ്ഞു വന്നതില്ലേ, തേർഡ് ഡേ ആണ് മാട്ടുപൊങ്കൽ എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മളിപ്പോ ഈ കോലം വരയ്ക്കുന്നത് എന്താണെന്ന് അറിയോ? തായ്പൊങ്കൽ. പക്ഷെ ഇതിനകത്ത് തായ്ന്ന് കൊടുത്താണ്. ചാറ്റ് GPT തായ് എന്നാണ്. തായ്ന്നൊന്നുമില്ല, തെയ്പൊങ്കൽ തെയ്ന്നാണ്. ഓക്കെ, സമ്മതിച്ചു. തെയ്പൊങ്കൽ. നാളെ അപ്പൊ മാട്ടുപൊങ്കൽ അല്ലേ? മാട്ടുപൊങ്കൽ എന്താണെന്നറിയോ ഗൈസ്? ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഈ കാള, പശു ഇവരുടെയൊക്കെ കൊമ്പും പിന്നെ എല്ലാത്തിനെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി കൊമ്പിലൊക്കെ കളർ ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ അവരുടെ നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അവര് നാളെ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ദിവസമാണ്. ബ്യൂട്ടി പാർലർ വീട്ടിൽ വരുന്ന ദിവസം. അതെ ഗൈസ്, വീട്ടില് ബ്യൂട്ടി പാർലർ കൊണ്ടുവരുന്ന ദിവസമാണ്. കാളകൾക്കും പശുക്കൾക്കും റിബൺ ഒക്കെ കെട്ടിക്കൊടുക്കും. അതെ, റിബൺ ഒക്കെ കിട്ടും. അതായത് ലാസ്റ്റത്തെ ദിവസം, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അല്ലേ? അത് കാണും പൊങ്കൽ. അത് കുട്ടികളുടെ പൊങ്കൽ. അതാണ് കാണും പൊങ്കൽ. ഓക്കെ ഗൈസ്, കാണും പൊങ്കൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണും പൊങ്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞ കുടുംബ സംഗമം. ഈ കുട്ടികള്, അതായത് കുഞ്ഞു പെൺകുട്ടികള്, അതായത് വലിയ ഏജിലാവാത്ത ചെറിയ കുട്ടികള്, ഇത്ര 6 വയസ്സ് ഒരു ഏജിഡ് ആവാത്ത കുട്ടികൾ, വരാത്ത കുട്ടികൾ, അവര് ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ച് മറ്റേ ചാണാനില്ലേ, ചാണാൻ ഇങ്ങനെ ഉരുട്ടിയിട്ട് കോലൊക്കെ ഇട്ട് അതിന്റെ നടുക്ക് ഇങ്ങനെ വെച്ച് അതിൽ പൂവൊക്കെ. അതിന്റെ പേര് പുള്ളാറ് പറയും. പുള്ളാറ് അതിങ്ങനെ വെക്കും പൂവ്. അങ്ങനെ ഈ മാസം ഫുള്ള് 30 ദിവസം. ആദ്യത്തെ ഫസ്റ്റ് ദിവസം 1, പിന്നെ സെക്കൻഡ് ദിവസം 2, അങ്ങനെ 30 ദിവസം 30 എണ്ണം വെച്ചിട്ട് ഇത് ഓരോ ദിവസം എടുത്തെടുത്ത് ഉണക്കി വെക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് പൊങ്കൽ വെച്ച് പുഴയിൽ ഒഴുക്കി കളയുന്നതിനാണ് കാണും പൊങ്കൽ എന്നാണ് ഇവള് പറയുന്നത്. ഇവര് പറയുന്നതല്ല, ഞങ്ങളൊക്കെ അങ്ങനെ. എനിക്കറിയില്ല, ഇതിനകത്ത് വേറെ അങ്ങനെ ഡീറ്റെയിൽഡ് അല്ല. ഇതിനകത്തുള്ള കുടുംബ സംഗമം എന്തോ മാത്രമാണ്. അപ്പൊ ഗൈസ്, അതാണ് പൊങ്കൽ. ഏതാണ് പൊങ്കൽ? അത് ഇങ്ങനെ വെച്ചിട്ട് കളിക്കണതിന് കുമ്മി അടി പറയും. ഓ, കുമ്മി അടി. കുമ്മി അടിക്കുക. അപ്പൊ ഗൈസ്, ഇതാണ് പൊങ്കൽ. എന്താണ്, തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഫെസ്റ്റിവലാട്ടാ. അവിടെ പോയവർക്കും അറിയാം, ഞങ്ങളൊക്കെ പോയി ഇത് കണ്ടിട്ടുള്ളത്. ഗൈസ്, കോലം ഒരു കോലമായി ഗൈസ്. ഗൈസ്, ഇത് കഴിയുമ്പോഴത്തേക്കും കോലം ഒരു കോലമാകും. അപ്പൊ ഇതാണ് പൊങ്കൽ. ഇനി എന്താണ്? അല്ല, ഇനി പൊങ്കലിന് ശരിക്കും പൊങ്കലിന് എന്താണ് പറഞ്ഞത്? പൊങ്കൽ ഉണ്ടാക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തൊക്കെയാ ഞാനീ പറയണേ? പൊങ്കലിന് പൊങ്കൽ ഉണ്ടാക്കും. ഞാൻ കോലം ഒരു കോലമാക്കും. കല്യാണം കഴിഞ്ഞ്
ആദ്യത്തെ പൊങ്കൽ, തലപ്പൊങ്കൽ. അതെ തലപ്പൊങ്കൽ എന്ന് പറയും. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ പൊങ്കലിന് അവിടെ തലപ്പൊങ്കൽ എന്ന് പറയും. ഞങ്ങൾ അതിന് പോയി. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ഇവര് പറഞ്ഞത് വിശ്വസിച്ച് അവിടെ ചെന്ന് ഒരു വീട്ടിൽ ചെന്നപ്പോ ആരുടെ വീടായിരുന്നു? അവിടുത്തെ MLA-ന്റെ വീടായിരുന്നു. ഒരു MLA-ന്റെ വീട്ടില് ഞങ്ങളെ വിളിച്ചു, ഞങ്ങളെ ക്ഷണിച്ചു, ഫുഡ് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അവരുടെ വീട്ടില് ഭയങ്കര വലിയൊരു ഫെസ്റ്റിവലായിരുന്നു അത്. 10-15 പശു ഉണ്ടായിരുന്നു. അതെ, അതിനെല്ലാം ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. തികയില്ല. ഞാൻ ഇത്തിരി അതിൽ പുട്ടുകൂടിയിട്ടല്ല. ഗൈസ് ഞങ്ങളുടെ തീർന്നു. ഞങ്ങൾ നൈസായിട്ട് അരിപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാം. അപ്പൊ നീ ആയിരുന്നു പുട്ടിന്റെ പൊടി എടുത്ത് കൊടുത്തത് അല്ലേടാ? ഗൈസ് പൊങ്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓണം പോലെയാട്ടോ, അല്ലേ? നമ്മുടെ ഇവിടത്തെ ഓണമാണ് ഇവരുടെ പൊങ്കൽ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഹോളിഡേയാ. 10 ദിവസത്തിന് ലീവാ, 10 days ഹോളിഡേയാ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ രണ്ടേ, നമ്മളിവിടെ പൊങ്കൽ ആഘോഷിക്കുന്നുണ്ടല്ലോ. ഓണത്തിന് അവിടെ ലീവ് ഉണ്ട് എല്ലാവർക്കും. അതെന്താണ്? ഓണത്തിന് തമിഴ്നാട്ടിൽ എല്ലാവർക്കും ഹോളിഡേയാ, അല്ലേ? പൊങ്കലിന് എന്തുകൊണ്ട് നമുക്കിവിടെ ഹോളിഡേ തരുന്നില്ല? ഗൈസ് അപ്പൊ ഞങ്ങളുടെ കോലം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആരും കോലപ്പൊടിയിൽ കളിക്കാൻ പാടില്ല, ഇതേപോലെ പറ്റും. അതെ ഇതേപോലെയാവും കൈ, കണ്ടോ? കോലം ഞാൻ ഇട്ടത് ഞാനാ, പക്ഷെ എന്റെ കയ്യിൽ ഇത്തിരിയേ ഉള്ളൂ. കോലം ഇടാത്ത കൈ കണ്ടോ? അപ്പൊ പൊങ്കലായിട്ട് കോലം പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പൊങ്കൽ വെക്കാൻ പോവാം. അപ്പൊ ഓക്കെ, ബൈ ബൈ അല്ല. കം ഓൺ അടുത്തത് പൊങ്കലിലേക്ക് പോവാം. പൊങ്കലിലേക്ക് ഗൈസ് അപ്പൊ നമുക്ക് അടുത്തത് പൊങ്കൽ. അപ്പൊ നമ്മള് പൊങ്കൽ ഉണ്ടാക്കാൻ പോവാണ്. അതിന് എന്തൊക്കെയാണ്? പൊങ്കൽ വെക്കണം. ഇത് പച്ചരി, ഇത് പരിപ്പ്, ചെറുപരിപ്പാണ്. എനിക്കറിയില്ല ഗൈസ് എന്തൊക്കെയാണ്. ചെറുപയറിന്റെ പരിപ്പ്, മിൽക്ക്. പിന്നെ വേണ്ടത് ഇത്രയും മതിയാ മിൽക്ക്. പിന്നെ വേണ്ടത് ജാഗ്രി പൗഡർ, ശർക്കര, പിന്നെ കാഷ്യൂനട്ട്, ബദാം, കിസ്മിസ്, പിന്നെ നെയ്യ്. ഉദയകൃഷ്ണ നെയ്യില്ലാത്തതുകൊണ്ട് ഞങ്ങള് മിൽമ വാങ്ങി. അപ്പൊ ഞങ്ങൾ ഈ ബൗളിലാണ്. ബൗളല്ല ഇത്, പാടണം. കണ്ണേ നീ പോക വേണ സൊന്നേ, കായ്ച്ചിന പാല് തരേ കൽക്കണ്ട ചീരി തരേ, കായ്ച്ചിന പാല് തരേ കൽക്കണ്ട ചീരി തരേ, കൈ നിറയ വെണ്ണൈ തരേ വെയിലിലെ പോക വേണ. ഞങ്ങൾ ഇതിനകത്താണ് പൊങ്കൽ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിവിടെ വെച്ചിട്ട് ഈ ബൗൾ എടുത്തിട്ട് ഇതിലാണ് ഞാൻ എല്ലാ ദിവസവും നൂഡിൽസ് കഴിക്കാൻ. അതൊക്കെ എല്ലാം കെട്ടി ഇതെടുത്ത് ഇതിലിട്. ഇത് വാഷ് ചെയ്യാം, നമുക്ക് അരി വാഷ് ചെയ്യാം. അത് ചട്ടി ചക്കു ഞാനും അച്ചായും കൂടി അടുപ്പ് വെച്ച് കളിച്ചതാ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ ഇങ്ങനെ കുറെ പേര് ചെയ്തിട്ടുണ്ടാവും. ഈ അടുപ്പിൽ ചെറിയ അടുപ്പ് വെച്ചിട്ട് അതിനകത്ത് കഞ്ഞിയും കറിയും അങ്ങനെ ഉണ്ടാക്കുക. അതിനുവേണ്ടി ഇത് മേടിച്ചതായിരുന്നു. അങ്ങനെ മേടിച്ചതാ. ഒരു തവണ ഉണ്ടാക്കിയല്ലേ നമ്മള്. ഞങ്ങളൊരു വ്ലോഗ് ഇടാം. അതെ, പോയി. ഞങ്ങൾ ഇതിലൊരു അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴുകാം.
ഒരു പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട്, വാഷ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം വാഷ് ചെയ്യണത് ആ വെള്ളം നമുക്ക് ഇതിൽ ഒഴിക്കണം. പിടിക്കും. അങ്ങനെയാണ് പൊങ്കൽ വെക്കും. ഈ വെള്ളമാണ് ഇതിൽ ഒഴിക്കണത്. അപ്പൊ നമ്മള് ഈ വെള്ളം ഇതിൽ ഒഴിച്ചില്ലേ, ഇത് മാറ്റി വെക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം, കുതിരട്ടെ. അപ്പൊ ഇതിൽ ഇത്ര വെള്ളമില്ലേ, ഒരു ഇത്രയും കൂടി വെള്ളം ആഡ് ചെയ്യാം. അപ്പൊ ഇത്ര വെള്ളമായി. ഇതിന്റെ കൂടെ പാല് ഒഴിക്കാം നമുക്ക്. പാലല്ല, ഇതിന്റെ കൂടെ പാക്കറ്റ് പാല് ഒഴിക്കണോട്ടെ നമ്മള്. ഗൈസ് ഒരു കവർ പാലൊന്നും ഒഴിച്ചില്ല, ആ കവറിന്റെ താഴെ മാത്രം ഇത്തിരി പാലുണ്ടാവും. ഒരു ഗ്ലാസ് പാല്. അപ്പൊ ഇത് ഇങ്ങനെ ആവും. ഇത് നമുക്ക് ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് അടുത്ത് വെക്കാം. അത് ജസ്റ്റ് വെറുതെ എല്ലാവരും പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കണോ? കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തും. അടുപ്പ് എത്തിക്കാൻ പോകല്ലേ. ഗൈസ് ഇറങ്ങി ഓടേണ്ടി വരുന്നുണ്ട്. പൊങ്കലൊക്കെ പ്രാർത്ഥിക്കണമല്ലേ? ഇതിനൊരു കണക്കുണ്ട്. ഇനി എന്താ പ്രോസസ്? ഇത് തിളയ്ക്കും. തിളച്ച് ഏത് സൈഡിലേക്കാണ് നാം മറിയുമ്പോ പൊങ്കലോ പൊങ്കൽ പറയണ 3 പേരും കൂടി. ഗായ്സ് അപ്പൊ നിങ്ങളും പറയണം. ഇത് പൊങ്ങി പുറത്തേക്ക് വരുമ്പോഴത്തേക്കും, തിളച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ പൊങ്കലോ പൊങ്കൽ, പൊങ്കലോ പൊങ്കൽ, പൊങ്കലോ പൊങ്കൽ അല്ലെ, അങ്ങനെ പറയണോന്ന്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടാ. അപ്പൊ നമുക്ക് തിളക്കണം, നോക്കി നിൽക്കാം. അപ്പൊ തിളക്കലുണ്ട് ഗായ്സ്. അപ്പൊ തിളച്ചു തുടങ്ങി. എന്താ പറയണ്ടേ തിളച്ചു വരുമ്പോ? എല്ലാവരും പറയണേ പൊങ്കലോ പൊങ്കൽ. ഗായ്സ് തിളച്ചു വരുന്നു. നല്ല സൗകര്യം. പൊങ്കിരിച്ച് പൊങ്കിരിച്ച് പൊങ്കലോ പൊങ്കൽ, പൊങ്കലോ പൊങ്കൽ, പൊങ്കലോ പൊങ്കൽ, പൊങ്കലോ പൊങ്കൽ, പൊങ്കലോ പൊങ്കൽ. ഇത് തിളച്ചു വരുമ്പോൾ പൊങ്കലോ പൊങ്കൽ, പൊങ്കലോ പൊങ്കൽ. അരിയും പരിപ്പും കൂടിയിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തത് എടുത്തിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം 3 പ്രാവശ്യം ചുറ്റിച്ചിട്ട് ഇടുക. എല്ലാരും ഇടണോ? ആ 3 പ്രാവശ്യം ചുറ്റിച്ചിടണം. ഇനി ഞാൻ ഇടാം. ഗൈസ് 3 പ്രാവശ്യം ചുറ്റിച്ചിട്ട്. 3 പ്രാവശ്യം ഇട്ടു ഞാൻ. ഇനി ഞാൻ തക്കുവിനെ റെഡിയാക്കട്ടെ. ഗൈസ് അപ്പൊ ഞങ്ങള് ഇത് വേഗണവരെ വെയിറ്റ് ചെയ്യാം. ഇത് വേഗുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് പൊങ്ങി വരുമോ? അതെ, പിന്നെ ഇത് പൊങ്ങി വരുമോ? ഗൈസ് അപ്പൊ ഇത് വെന്ത് കിട്ടണം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പൊങ്കല് വെക്കുന്നത് അല്ലേ? പൊങ്കല് സാധാരണ ഞങ്ങൾ ഇവിടെ ഇല്ല, ഞങ്ങളെ പൊള്ളാച്ചിയിലായിരിക്കും. ഇപ്രാവശ്യം ഇങ്ങനെ ആയിപ്പോയി. ഗൈസ് അപ്പൊ ഇത് തിളച്ചല്ലോ, വെന്ത് തുടങ്ങി. അപ്പൊ നമുക്കിത് വെന്ത് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ബോയിൽ ആയിട്ടുണ്ട് ഇങ്ങനെ പൊള്. ഇവര് അമ്പലത്തിൽ പോയി, ഞാൻ പോയില്ല. അമ്പലത്തിൽ പോയപ്പോ ഒരു ഗസ്റ്റ് വന്നായിരുന്നു. സൂപ്പർ ഗസ്റ്റ് ആയിരുന്നു. മനസ്സിലായി. ഞാൻ നല്ല മണ്ണിന്റെ കളറ്. വീട്ടിൽ പോകാ ഉടുമ്പ് പെടയ്ക്ക് വന്നു. ഉടുമ്പ് പെടച്ചു കയറണ്ടേ? അമ്പലത്തെ 2-3 പൂച്ചയുണ്ട്. അപ്പൊ അതായിരിക്കും ഞാൻ വിചാരിച്ചു. നേരെ പോയി നോക്കുന്നത് ഇത്ര വലിയ സാധനം. ഉടുമ്പാ ഗൈസ്, ഉടുമ്പ്. വീഡിയോ എടുത്ത് വെച്ചിട്ട് അതെ, ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഉടുമ്പ് ഒക്കത്ത് വെച്ച് കയ്യിലൊരു ക്യാമറ ഫോണും വെച്ച് നമുക്ക് ഇപ്പൊ ഇവിടെ എല്ലാം വന്ന് ഞങ്ങൾക്ക് പ്രാക്ടീസ് ആയി. അതെ, വീട്ടിൽ ഉടുമ്പ് കേറിയിട്ടുണ്ട്, എലി കേറി, പൂച്ച കേറി, പൂച്ച സിമ്പിള്, പാമ്പ് ജസ്റ്റ് അപ്പുറത്ത്, സിമ്പിൾ പാമ്പ് പുറത്ത്. അമ്മ പപ്പടം താഴെ വീണത് എടുക്കാൻ പോയപ്പോ അയ്യോ 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 എന്ന് പറഞ്ഞ ഓടി കേറി പാമ്പ്. ഒരു ചെറിയൊരു പാമ്പ് ഇത്ര അതാണ് ചെറുത്. ഇത്ര വന്നു. പിന്നെ അതെവിടെ പോയെന്നാവോ.
വീട്ടിൽ പോയിട്ടുണ്ടാവും അല്ലേ? അതിന്റെ വീടില് ആ കൂടുതല് വെന്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഇത് വെന്തിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നമ്മള് ഇതില്ലേ വെന്തു ഗായ്സ്. പൊങ്കൽ നല്ല ചോറ് ഇതാക്കി വരുന്നത്. ചോറും പരിപ്പും കൂടിയിട്ടാണ് ചോറുണ്ടാക്കിയത് എനിക്ക് വെന്തിട്ട് മധുരം ഇട്ടിട്ട് തരാം. നമുക്കിതില് ശർക്കര ഇടാം. ശർക്കരയല്ല ജാഗരി. ജാഗരി പൗഡർ ഇട്ടു ഗൈസ്. അതാ ചൂടില് മെൽറ്റായി വരും. അതിന്റെ ഇടയിൽ ഞാനൊരു പണി ചെയ്തായിരുന്നു. ഏലക്ക പൊടിക്കണം. ഏലക്ക പൊടിയില്ലാന്ന് പറഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് പൊടിച്ചു. അപ്പൊ രണ്ടും പൊടിഞ്ഞില്ല. ഞാനിതിൽ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഇതിന് പാലൊഴിക്കും. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ചായ അരിക്കണം അതിൽ വെച്ചിട്ട് അരിച്ചെടുക്കും. അതെങ്ങനെയൊരു ഐഡിയ? ഇത് പിടിക്കും, ഞാൻ കാണിച്ചു തരാം. എടുക്കുന്നത് ഈ പാലാണ്. ഈ പാലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ബോയിൽ ചെയ്യാൻ പാടില്ല. നമുക്ക് ബോയിൽ ചെയ്യാൻ പാടില്ല. ഈ പാല് നമുക്കിത് ഒഴിക്കാം. ഇത് ഇതിലേക്ക് ഒഴിക്കാൻ പോണം ഗൈസ്. അപ്പൊ നമ്മൾ മിക്സ് ചെയ്തത് പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവാണ്. മിക്സ് ചെയ്യണം അല്ലേ? ഇങ്ങനെ വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ചൂടാകണം. നല്ല തമിഴില് പറയണം, നല്ല തല 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 അല്ലേ? തല ഗൈസ്. ഇനി ഇത് ശരിക്കും ഡ്രൈ ആയിട്ട് വരണം. ഗൈസ് ഇതിങ്ങനെ വരും. ഡ്രൈ ആവാൻ ഇത് ഉപ്പുമാവും. ഗൈസ് ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായി കിസ്മിസ് ആൻഡ് കാഷ്യൂനട്ട് ഒക്കെ ഇട്ട് ഗൈസ് സ്മോൾ വൺ ചെറിയ ചേഞ്ച് നെയ്യിട്ട് ചീനച്ചട്ടി ഗൈസ് നെയ്യ് ഒഴിച്ചു. നമ്മൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാ ഗൈസ്. ഗൈസ് ഞങ്ങൾ കാഷ്യൂനട്ട് ഇടാൻ പോകുന്നു. ഗൈസ് എനിക്ക് കിസ്മിസ് ഇടാൻ പറ്റും. കിസ്മിസ് ഡ്രൈ ഗ്രേപ്സ്. യെസ് ഡ്രൈ ഗ്രേപ്സ്. ഗൈസ് അപ്പൊ നമ്മുടെ പൊങ്കലിന്റെ പാത്രത്തിലേക്ക് ഗൈസ് അപ്പൊ ഇതെല്ലാം കൂടി ഇട്ടു. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊങ്കല് റെഡി ഗൈസ്. നമ്മുടെ പൊങ്കൽ ഈസ് റെഡി. നല്ല മണം. ഗൈസ് നല്ല നെയ്യിന്റെ ഒക്കെ നല്ല ഇതന്നെ അല്ലേ? നല്ല സൂപ്പർ മണം. ഇതേപോലെ മീൻ വറുത്ത എങ്ങനെ ഉണ്ടാവും? ഇതേപോലെ മീൻ വറുത്ത എങ്ങനെ? അതിന്റെ ഇടയിൽ അവള് മീൻ വറക്കാം കണ്ട. ഇതാണ് മീനില്ലാതെ നമ്മുടെ പൊങ്കൽ റെഡിയായി എന്ന് പറയേ. ഗൈസ് അപ്പൊ ഇന്ന് പൊങ്കലിന്റെ ദിവസമായിട്ട് ഇന്ന് പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊങ്കല് കാണിച്ചു ഗൈസ്. അങ്ങനെ നമ്മുടെ പൊങ്കൽ ഇപ്പോൾ പ്ലം കേക്കായി. ഗൈസ് നമ്മുടെ പൊങ്കലായിട്ടുണ്ട്. അപ്പൊ ഹാപ്പി പൊങ്കൽ. താങ്ക് യു ഗൈസ്. പൊങ്കൽ പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. പൊങ്കൽ റെഡിയായി ഗൈസ്. ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഗൈസ് നല്ല ചൂടാട്ടാ. താഴെ വെച്ചോ. നല്ല നല്ല ചൂടാണെങ്കിൽ തക്കുവിന് കൈക്ക് കൊടുക്കാം. ഗൈസ് നല്ല ചൂടാണ്. How's it? Guys, so nice. നോക്കട്ടെ. ചൂടില്ല. ഇത് മാത്രം ഇതാ ഇതാ റൈസ് മാത്രോ അല്ല പൊങ്കൽ മാത്രോ? Nice guys. കൊള്ളാം. അതെ ഗൈസ് ഞങ്ങൾ എല്ലാവർക്കും ടെസ്റ്റ് ചെയ്ത് നോക്കും. ഗൈസ് ഞങ്ങളെ പറ്റിച്ചു. തരാന്ന് പിടിക്കാൻ വേണ്ടി പോയതാ. അപ്പത്തേക്കും ഗൈസ് എനിവേ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ പറയൂ. എല്ലാവരോടും നേരെ നോക്കി പറയൂ. എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ. ഗൈസ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി പൊങ്കൽ.
ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ തക്കുവിന്റെ വലിയൊരു ആഗ്രഹമാണ് എന്ത് വേണമെന്ന്, പ്ലേ ബട്ടൺ വേണമെന്നുള്ളത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോകളായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനിയും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ചെയ്യാനായിട്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇനിയും നല്ല നല്ല കുറച്ച് കണ്ടന്റുകളായിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെ എടുക്കുന്ന അറിയില്ല, കാരണം ഞങ്ങൾ വീഡിയോ ഒന്നും അങ്ങനെ എടുത്ത് ശീലമില്ലാത്തവരാണ്. കുറച്ച് ഷൈ ആയിട്ടുള്ള ആൾക്കാർ കൂടിയാണ്. അപ്പൊ പുറത്തൊക്കെ പോയി എടുക്കാൻ കുറച്ച് എന്താ പറയാ ഷൈ ഉണ്ട്. എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്യും ഗൈസ്. അപ്പൊ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.